വെൽക്കം ടു ഫ്രീട്യൂബ് ലേണർ. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ബാക്കി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ 2. If angle B and angle Q are acute angles such that sin B equals sin Q, then prove that angle B equals angle Q. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈൻ ഓഫ് ബി ഈക്വൽ സൈൻ ഓഫ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെ സൈൻ ഓഫ് ബി ഈക്വൽ സൈൻ ഓഫ് ക്യൂ എന്ന് പറയുന്നുണ്ട്. സൈൻ ഓഫ് ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, അതായത് എ സി ഡിവൈഡഡ് ബൈ എ ബി ആണ്. സിമിലർലി സൈൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് പി ആർ ഡിവൈഡഡ് ബൈ പി ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്ന് എഴുതാം. അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. സോ എ സി ബൈ എ ബി ഈക്വൽസ് പി ആർ ഡിവൈഡഡ് ബൈ പി ക്യൂ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈൻ എന്ന് പറയുന്നത്. സോ ഈക്വൽസ് പി ആർ ഡിവൈഡഡ് ബൈ പി ക്യൂ. ഇത് സൈൻ ഓഫ് ബി ഈക്വൽ സൈൻ ഓഫ് ക്യൂ എന്നുള്ളത് എഴുതിയതാണ് ഞാൻ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. ദാറ്റ് ഈസ് എ സി ബൈ പി ആറിനെ ഞാൻ താഴെ കൊണ്ടുവരുവാണ്. പി ആർ ഈക്വൽസ്, ഇപ്പോൾ എ ബി അപ്പുറത്ത് പോകും മുകളിലോട്ട്, എ ബി ഡിവൈഡഡ് ബൈ പി ക്യൂ. ദിസ് ഈക്വൽസ് ടു എ കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയാം. കാരണം ഇതിൻ്റെ റേഷ്യോ ആണ് എ സി ബൈ പി ആർ ആൻഡ് എ ബി ബൈ പി ക്യൂവിൻ്റെ റേഷ്യോ ഒരു കോൺസ്റ്റൻറ്റ് കെ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി ആർ എന്ന് എഴുതിക്കൂടെ? എ സി ഈക്വൽസ് ടു കെ ഇൻറ്റു പി ആർ എന്ന് എഴുതാം അല്ലേ? സിമിലർലി എ ബി ഈക്വൽസ് ടു കെ ഇൻറ്റു പി ക്യൂ എന്ന് എഴുതിക്കൂടെ? എ ബി ഈക്വൽസ് കെ ഇൻറ്റു പി ക്യൂ. ഇത് രണ്ടും നമ്മൾ എഴുതി ഇവിടെ വെക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ ബി സിയും ക്യൂ ആറും നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബി സിയും ക്യൂ ആറും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. അതിന് നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. നമുക്കറിയാം ബി സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ബേസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്യൂ ആർ എന്താണെന്ന് എഴുതാം. ക്യൂ ആർ ഈക്വൽസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ആണ്, ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ബി സി ബൈ ക്യൂ ആർ ചെയ്യാം. ബി സി ഡിവൈഡഡ് ബൈ ക്യൂ ആർ എന്ത് കിട്ടുമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബി സി ഡിവൈഡഡ് ബൈ ക്യൂ ആർ എന്ന് എഴുതി. ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ ഫർദർ എഴുതുവാണ്. എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ നമ്മളിവിടെ ഓൾറെഡി എഴുതി. എ ബി എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു പി ക്യൂ അല്ലേ? അപ്പോൾ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? അതുപോലെ എ സി എന്ന് പറയുന്നത് കെ ഇൻറ്റു പി ആർ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ഫർദർ ഒന്നും കൂടെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണ്. സോ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ സ്ക്വയർ എന്ന് എഴുതി, മൈനസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ ഇൻറ്റു പി ആർ സ്ക്വയർ, ഇങ്ങനെ ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ ബി സി ബൈ ക്യൂ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു, ഇവിടെ രണ്ടിടത്തും കെ സ്ക്വയർ കോമൺ ആണ്, ഞാൻ അതുകൊണ്ട് കെ സ്ക്വയർ വെളിയിലെടുത്തു, മൈനസ് കെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ആണ്. ഇനി ഇതിൽ നിന്നും എനിക്ക് കെ പുറത്തെടുക്കാം. കെ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കെ തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ divided by square root of p q square minus p r square. ഇവിടെ പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടും സെയിം ആണ് ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആവും. സോ കെ ഇൻറ്റു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബി സി ബൈ ക്യൂ ആർ ഈക്വൽസ് കെ എന്ന് ലഭിച്ചു.
ഇവിടെ ബി സി ബൈ ക്യു ആർ ഈക്വൽസ് ടു കെ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എ സി ബൈ പി ആർ ഈക്വൽസ് ടു എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ? സോ ഞാൻ അങ്ങനെ എഴുതുവാണ്. എ സി ബൈ പി ആർ ഈക്വൽസ് ടു എ ബി ബൈ പി ക്യു ഈക്വൽസ് ടു ബി സി ബൈ ക്യു ആർ. ഇനി ഇത് ഞാൻ ഈ ട്രയാങ്കിളായിട്ടൊന്ന് കമ്പയർ ചെയ്യാണ്. എ സി ബൈ പി ആർ ഈക്വൽസ് എ ബി ബൈ പി ക്യു ഈക്വൽസ് ബി സി ബൈ ക്യു ആർ, വിച്ച് മീൻസ് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനൊക്കും? ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ് എന്ന് പറയാൻ പറ്റില്ലേ? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കില്ലേ? രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ ബി ഈക്വൽസ് ടു ആംഗിൾ ക്യൂ എന്ന് എഴുതാൻ സാധിക്കും. ഹെൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ 3. കൺസിഡർ ട്രയാങ്കിൾ എ സി ബി, റൈറ്റ് ആംഗിൾ ഡെറ്റ് ആംഗിൾ സി, ഇൻ വിച്ച് AB equals 29 units, BC equals 21 units and angle ABC equals theta. Determine the values of cos square theta plus sin square theta and cos square theta minus sin square theta. ഇവിടെ ട്രയാങ്കിൾ എ സി ബിയിൽ ആംഗിൾ സി ആണ് 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതായത് റൈറ്റ് ആംഗിൾ ഡെറ്റ് ആംഗിൾ സി എന്ന് പറയുന്നുണ്ട്. ആൻഡ് എ ബിയുടെ സൈഡ് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽസ് 29 യൂണിറ്റ്സ്, ബി സി ഈക്വൽസ് 21 യൂണിറ്റ്സ് ആണ്. അതായത് എ ബി 29, ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് 29 ആണ്, ബി സി എന്ന് പറയുന്നത് 21 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി തീറ്റ എന്നും തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ ബി ഇത് തീറ്റയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സൈൻ തീറ്റയും കോസ് തീറ്റയും കാണണം. അതിന് നമുക്ക് എല്ലാ സൈഡ്സിൻ്റെയും മെഷേഴ്സ് വേണം. ഇവിടെ എ ബി അറിയാം, ബി സി അറിയാം, എ സി കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എ സി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് എ സിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ വി വിൽ റൈറ്റ് എ സി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 29 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ ആണ്, which is equal to square root of 400 equals to 20 units എന്ന് ലഭിച്ചു നമുക്ക്. സോ വി ഗോട്ട് എ സി ഈക്വൽസ് ടു 20 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ നമുക്ക് 20 ലഭിച്ചു. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 29 ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോസ് തീറ്റ കണ്ടുപിടിക്കാം. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 21 ആണ്, ഹൈപ്പോട്ടനസ് 29 ആണ്. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 29. അപ്പോൾ സൈൻ തീറ്റയായി, കോസ് തീറ്റയായി. ഇനി നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. നമുക്കറിയാം കോസ് തീറ്റ ദ ഹോൾ സ്ക്വയറിനെയാണ് കോസ് സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ കിട്ടും. അതുപോലെ തന്നെയാണ് സൈൻ തീറ്റയുടെ ഹോൾ സ്ക്വയർ ആണ് സൈൻ സ്ക്വയർ തീറ്റ. So we can write this as 21 by 29 the whole square plus 20 by 29 the whole square. ഇവിടെ denominator same ആണ്. So we can write this as 29 square, numerator 21 square plus 20 square എന്ന് വരും. ഇവിടെ 20 സ്ക്വയർ ആണ് 400, 21 സ്ക്വയർ 441 കിട്ടി, 29 സ്ക്വയർ 841.
സോ 400 പ്ലസ് 441 841 ആണ്. സോ 841 ബൈ 841 ഈക്വൽസ് ടു 1. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 21 ബൈ 29 ദ ഹോൾ സ്ക്വയർ മൈനസ് 20 ബൈ 29 ദ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 21 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 29 സ്ക്വയർ എന്ന് ലഭിക്കും. ദാറ്റ് ഈസ് 441 മൈനസ് 400 divided by 841, which is equal to 41 divided by 841. So this is cos square theta minus sin square theta. Next is example 4. In a right triangle ABC, right angle at B, if tan A equals 1, then verify that 2 sin A cos A equals to 1. അതായത് ട്രയാങ്കിൾ എ ബി സിയിൽ ബി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് ആൻഡ് ടാൻ എ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 2 സൈൻ എ കോസ് എ 1 ആണെന്ന് വെരിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ടാൻ എ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ടാൻ എ എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ എ. ഒരു ആംഗിളിൻ്റെ ടാൻ ഓഫ് ദറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ വി ക്യാൻ സേ ടാൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ വി ക്യാൻ റൈറ്റ് ബി സി ബൈ എ ബി ഈക്വൽസ് ടു 1, വിച്ച് മീൻസ് ബി സി ഈക്വൽസ് ടു എ ബി എന്ന് ലഭിക്കും അല്ലേ. ബി സി ഈക്വൽസ് ടു എ ബി. ബി സി ഈക്വൽസ് ടു എ ബി ആണെങ്കിൽ എന്താണ് നമുക്ക് എ സിയുടെ ഇക്വേഷൻ കിട്ടുന്നത്? എ സി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതായത് ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. ഇവിടെ ബി സി ആൻഡ് എ ബി ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് us കൺസിഡർ ദിസ് ഈക്വൽസ് ടു കെ. അങ്ങനെയാണെങ്കിൽ ബി സിയും എ ബിയും കെ സ്ക്വയർ എന്നാവത്തില്ലേ. സോ നമുക്കിവിടെ സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2k സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ റൂട്ട് 2 എന്ന് നമുക്ക് ലഭിച്ചു. സോ ഇവിടെ കെ റൂട്ട് 2 ആണ് ഹൈപ്പോട്ടനസ് എന്ന് ലഭിച്ചത്. അപ്പോൾ ബി സി കെ ആണ്, എ ബി കെ ആണ്, ഇത് കെ റൂട്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൈൻ എയും കോസ് എയും ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ. സൈൻ ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ കെ ബൈ കെ റൂട്ട് 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. സിമിലർലി കോസ് ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതും കെ ബൈ കെ റൂട്ട് 2 എന്ന് ലഭിക്കും, which is equal to 1 by root 2. ഇനി 2 into sin a cos a ആണ്, which is equal to 2 into sin a cos a equals 2 into 1 by root 2 into 1 by root 2. കാരണം sin a 1 by root 2 ആണ്, cos a 1 by root 2 ആണ്. സോ root 2 into root 2 എന്ത് ലഭിക്കും നമുക്ക്? root 2 into root 2 is 2 അല്ലേ. സോ 2 by 2 എന്ന് കിട്ടി. 2 by 2 is equal to 1. അതായത് 2 into sin a cos a equals to 1 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ 5. ഇൻ ട്രയാങ്കിൾ ഒ പി ക്യൂ റൈറ്റ് ആംഗിൾ അറ്റ് പി ഒ പി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആൻഡ് ഒ ക്യൂ മൈനസ് പി ക്യൂ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് സൈൻ ക്യൂ ആൻഡ് കോസ് ക്യൂ. ഇത് ട്രയാങ്കിൾ ഒ പി ക്യൂ ആണ്. ഇത് റൈറ്റ് ആംഗിൾ അറ്റ് പി ആണ്. പി 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഒ പി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒ ക്യൂ മൈനസ് പി ക്യൂ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. സോ ഒ ക്യൂ മൈനസ് പി ക്യൂ 1 ആണെങ്കിൽ നമുക്ക് ഒ ക്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ക്യൂ എന്ന് എഴുതിക്കൂടെ. ഒ ക്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ക്യൂ എന്ന് ഞാൻ ഈ ഇക്വേഷനിൽ നിന്നും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ഞാനിവിടെ പൈതഗോറസ് തിയറം എഴുതി. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത്
ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത് ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒ ക്യൂക്ക് ഞാൻ ഈ ഒരു വാല്യൂ കൊടുക്കുകയാണ്. ഒ ക്യു ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ക്യു എന്ന് പറയുന്ന വാല്യൂ ഞാനൊന്ന് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 1 പ്ലസ് പി ക്യു ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 1 പ്ലസ് പി ക്യു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് പി ക്യു ദ ഹോൾ സ്ക്വയർ എങ്ങനെയാണ്? 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പി ക്യു പ്ലസ് പി ക്യു സ്ക്വയർ എന്ന് ലഭിച്ചു. ഇസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ. ഇവിടെ രണ്ട് സൈഡിലും പി ക്യു സ്ക്വയർ ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒ പി എന്ന് പറയുന്നത് 7 ആണ്. സോ ഒ പി സ്ക്വയർ വിൽ ബി 7 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 1 പ്ലസ് 2 പി ക്യു ഈക്വൽസ് 7 സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഒ പി 7 ആണ്, പി ക്യു സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെയാണ് എനിക്ക് 1 പ്ലസ് 2 പി ക്യു ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് ലഭിച്ചത്. സോ 1 പ്ലസ് 2 പി ക്യു ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പി ക്യു ഈക്വൽസ് 49 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 7 സ്ക്വയർ മൈനസ് 1/2 ആണ്. ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് ടു 24. അതുപോലെ ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തറിയാം? ഒ ക്യു ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ക്യു ആണെന്നറിയില്ലേ? പി ക്യു 24 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒ ക്യു ഈക്വൽസ് ടു 1 പ്ലസ് 24, അതായത് 25 എന്ന് ലഭിച്ചു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിച്ചു? പി ക്യുവിൻ്റെ വാല്യൂ ലഭിച്ചു, ഒ ക്യുവിൻ്റെ വാല്യൂവും ലഭിച്ചു. സോ അതൊന്ന് നമുക്കിവിടെ റൈറ്റ് ഡൗൺ ചെയ്യാം. പി ക്യു എന്ന് പറയുന്നത് 24 ആണ്, ഒ ക്യു എന്ന് പറയുന്നത് 25 ആണ്. സോ ഇനി നമുക്ക് സൈൻ ക്യൂവും കോസ് ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സൈൻ ക്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതാണ് ആംഗിൾ ക്യൂ. സോ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 7 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 25 ആണ്. സോ സൈൻ ക്യൂ ഇസ് ഈക്വൽ ടു 7/25 എന്ന് കിട്ടി. സിമിലർലി കോസ് ക്യൂ ഈക്വൽസ് ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ക്യൂവിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 24 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 25 ആണ്. സോ കോസ് ക്യൂ ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 25. അങ്ങനെ നമ്മൾ സൈൻ ക്യൂവിൻ്റെയും കോസ് ക്യൂവിൻ്റെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സസൈസ് 8.1 സോൾവ് ചെയ്യുന്നതാണ്.